അടുത്ത പ്രോബ്ലം is the function defined by f of x is equal to x minus 5 x less than or equal to 1 x minus x plus 5 1 x plus 5 x greater than 1. Okay, is continuous function. ഇത് continuous function ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 1ൽ വെച്ചാണ് ഈ ഫംഗ്ഷന്റെ വാല്യൂ മാറുന്നത്. 1ന് ശേഷം ഈ ഫംഗ്ഷന്റെ വാല്യൂ എക്സ് മൈനസ് എക്സ് പ്ലസ് 5 ആണ്. 1ന് ശേഷം 1ന് മുമ്പ് ഇതിന്റെ വാല്യൂ എക്സ് മൈനസ് 5 ആണ്. ഓക്കെ, അപ്പോൾ 1ൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ബാക്കി അപ്പുറത്തും ഇപ്പുറത്തും എല്ലാ പോയിന്റുകളിലും ലിമിറ്റ് കാണും, കാരണം പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. അപ്പോൾ 1ന്റെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ചെക്ക് ചെയ്ത് നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് എടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് x tends to 1 minus 1 minus means 1 in the left, 1 in the left f of x x minus 5 ആണ് equal to ഇനി x tends to 1 minus മാറ്റിയിട്ട് h tends to 0 ആക്കുക. അപ്പോൾ x കിടക്കുന്ന സ്ഥലത്തല്ല നമ്മൾ 1 minus h വെച്ച് റീപ്ലേസ് ചെയ്യേണ്ടി വരും. സോ 1 minus h minus 5. ഇനി h ന് 0 ഇട്ട് കൊടുക്കാം. h ന് 0 ഇട്ട് കൊടുക്കുമ്പോൾ ഇത് 1 ആകും. minus 5 that is equal to minus 4 എന്ന് വരും. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് minus 4 ആണ്. ഇനി റൈറ്റ് ലിമിറ്റ് നോക്കാം. Limit x tends to 1 plus f of x, that is equal to limit x tends to 1 plus f of x. 1 plus means 1 in the right, 1 in the right f of x എന്ന് പറയുന്നത് x plus 5 ആണ്. ഇനി എങ്ങനെയാണ് റൈറ്റ് ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? ലിമിറ്റ് h tends to 0 ആക്കുക. x കിടക്കുന്ന സ്ഥലത്തല്ല, ഇപ്പോൾ 1 plus h എന്ന് വരും. സോ 1 plus h plus 5. h ന് 0 ഇട്ട് കൊടുക്കുക. h ന് 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് 1 plus 5 എന്ന് വരും. that is equal to 6. ക്ലിയർലി ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് ഈക്വൽ അല്ല, രണ്ട് ലിമിറ്റും ഈക്വൽ അല്ലാത്തതുകൊണ്ട് ഫംഗ്ഷൻ ആ പോയിന്റിൽ കണ്ടിന്യൂറ്റി കിട്ടില്ല. അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, 1 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ്. therefore x equal to 1 is a point of discontinuity. The problem, for what value of lambda is the function defined by f of x is equal to lambda into x squared minus 2x if x less than or equal to 0, 4x plus 1 x greater than 0, continuous at x equal to 0. What about the continuity at x equal to 1? അപ്പോൾ x equal to 1ലും x equal to 0ലും കണ്ടിന്യൂറ്റിയുടെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്പർ ലൈൻ വരയ്ക്കാം. രണ്ട് പോയിന്റിൽ കണ്ടിന്യൂറ്റി ചോദിച്ചിട്ടുണ്ട്. നമ്മൾ എടുക്കുക 0ലും 1ലും. ഫംഗ്ഷന്റെ വാല്യൂ മാറുന്നത് 0ൽ മാത്രമാണ്. 0ക്ക് മുമ്പ് വരെ ഈ ഫംഗ്ഷന്റെ വാല്യൂ ലാംഡ ഇൻറ്റു എക്സ് സ്ക്വയർഡ് മൈനസ് 2x ആണ്. 0ക്ക് മുമ്പ് വരെ. 0ക്ക് ശേഷം ഫംഗ്ഷന്റെ വാല്യൂ 4x പ്ലസ് 1 ആണ്. ഓക്കെ, അപ്പോൾ തന്നെ ആദ്യമേ നമുക്കൊരു കാര്യം മനസ്സിലാവും. വാട്ട് ഇസ് ദി കണ്ടിന്യൂറ്റി അറ്റ് എക്സ് ഈക്വൽ ടു 1 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു 1ൽ കണ്ടിന്യൂസ് ആണ്. കാരണം അതിന്റെ ലെഫ്റ്റിലും റൈറ്റിലും എല്ലാം അത് 4x പ്ലസ് 1 തന്നെയാണ്. അതുകൊണ്ട് ഓൾവേസ് ആ പോയിന്റിൽ കണ്ടിന്യൂസ് ആയിരിക്കും. കാരണം പോളിനോമിയൽ ഫംഗ്ഷനുകളെല്ലാം കണ്ടിന്യൂസ് ആയിരിക്കും. ആകെ സ്പ്ലിറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ 0. അവിടെ മാത്രം നമ്മൾ ഡിസ്കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ 1 എന്ന് പറയുന്ന പോയിന്റിൽ ഇവിടെ എന്തായാലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, കാരണം ഇത് പോളിനോമിയൽ ആണ്. പോളിനോമിയൽ ഫംഗ്ഷൻസ് എല്ലാം കണ്ടിന്യൂസ് ആണ്. സോ ഇതിന്റെ ആൻസർ ക്ലിയർ ആണ്. വാട്ട് അബൌട്ട് ദി കണ്ടിന്യൂറ്റി ഓഫ് 1 എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ് ആയിട്ട് 1 ആണ്. അവിടെ ചെക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കണ്ടിന്യൂറ്റി ആയിട്ട് 0 ചെക്ക് ചെയ്ത് നോക്കാം. അതിന് 0യുടെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആകണം, എന്നാൽ മാത്രമേ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകത്തുള്ളൂ. ക്വസ്റ്റ്യൻ ലാംഡയ്ക്ക് എന്ത് വാല്യൂ വരുമ്പോഴാണ് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആകുന്നതാണ്. നമുക്ക് നോക്കാം. ലെഫ്റ്റ് ലിമിറ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ്. x tends to 0 മൈനസ് എന്ന് പറയുമ്പോൾ 0ക്ക് മുമ്പ് f of x ലാംഡ ഇൻറ്റു എക്സ് സ്ക്വയർഡ് മൈനസ് 2x ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 ആകും. x കിടക്കുന്നിടത്തെല്ലാം 0 മൈനസ് h എന്ന് വരും. സോ 0 മൈനസ് h ദ ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എക്സിന് പകരം 0 മൈനസ് h. ഇനി ഞാൻ h ന് 0 ഇട്ട് കൊടുത്താൽ എന്ത് പറ്റും? ഇതും 0 ആയി പോവും, ഇതും 0 ആയി പോവും. അപ്പോൾ ലാംഡ ഇൻറ്റു 0 ഈക്വൽ ടു 0 എന്ന് വരും. സോ ലെഫ്റ്റ് ലിമിറ്റ് 0 ആയിട്ടേ വരത്തുള്ളൂ. എപ്പോഴും ലാംഡയ്ക്ക് എന്ത് വാല്യൂ വന്നിട്ട് ഇപ്പോൾ കാര്യമില്ല, എപ്പോഴും ലെഫ്റ്റ് ലിമിറ്റ് 0 ആകത്തുള്ളൂ. ഓക്കെ, ഇനി റൈറ്റ് ലിമിറ്റ് നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ്
f of x is equal to limit x tends to 0 plus എന്താണ് f of x എന്ന് പറയുന്നത് 4x plus 1 ആണ് കാരണം 0യുടെ റൈറ്റിലാണ് 0യുടെ റൈറ്റിൽ 4x plus 1 ആണ് അപ്പോൾ ലിമിറ്റ് h tends to 0 ആക്കുക x കിടക്കുന്നിടത്തെല്ലാം 0 plus h കൊടുക്കുക സോ 4 into 0 plus h plus 1 ഇനി h ന് 0 ഇട്ട് കൊടുത്തേ h ന് 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് 4 into 0 0 ആയി പോവും plus 1 that is equal to 1 എന്ന് കിട്ടും അതിനർത്ഥം ഈ ഇപ്പൊ ലാംഡയ്ക്ക് ഏത് വാല്യൂ വന്നിട്ടും കാര്യമില്ല ലെഫ്റ്റ് ലിമിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അതിനകത്ത് ലാംഡ വന്നില്ല 0 ആണ് വന്നത് റൈറ്റ് ലിമിറ്റ് 1 0യും 1ഉം എന്തായാലും ഈക്വൽ ആകില്ല അപ്പോൾ ലാംഡയ്ക്ക് ഏത് വാല്യൂ വന്നിട്ടും കാര്യമില്ല ഈ ഫംഗ്ഷൻ ഇപ്പോൾ കണ്ടിന്യൂസ് ആകില്ല therefore for all values of lambda f of x is not continuous at x equal to 0. Question: for what value of lambda is the function continuous at x equal to 0 എന്നാണ് ആൻസർ is for no values of lambda this function is continuous at 0. ലാംഡയ്ക്ക് എന്ത് വാല്യൂ വന്നാലും ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകില്ല. അടുത്ത ക്വസ്റ്റ്യൻ show that the function defined by g of x is equal to x minus greatest integer x is discontinuous at all integral points. Integral points means integers. Integer പോയിന്റുകളിലെല്ലാം ഈ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇന്റീജർ പോയിന്റുകൾ ഇപ്പോൾ ഉദാഹരണത്തിന് n എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുക്കാം n ഇന്റീജർ പോയിന്റ് ആണ് അപ്പോൾ n ഇന്റീജർ ആണെങ്കിൽ അത് കഴിഞ്ഞ് അടുത്ത n+1 എന്ന് പറയുന്ന ഇന്റീജർ ആകണം അതിന് മുമ്പ് n-1 എന്ന് പറയുന്ന ഇന്റീജർ കാണും ഓക്കെ അപ്പോൾ ഈ n എന്ന് പറയുന്ന പോയിന്റിൽ ഗ്രേറ്റസ്റ്റ് ഇന്റജർ x എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ് ഗ്രേറ്റസ്റ്റ് ഇന്റജർ x എന്ന് പറയുന്നത് ഗ്രേറ്റസ്റ്റ് ഇന്റജർ ഓഫ് x is integer less than or equal to x ഉദാഹരണത്തിന് 2.3യുടെ ഗ്രേറ്റസ്റ്റ് ഇന്റജർ എന്തുവാന്ന് നോക്കിക്കഴിഞ്ഞാൽ 2.3 നമ്പർ ലൈനിൽ എവിടെ വരും നോക്കുക 2നും 3ക്കും ഇടയിലാണ് 2നും 3ക്കും ഇടയിൽ വന്നു കഴിഞ്ഞാൽ അതിന് മുമ്പ് വരുന്ന ഇന്റീജർ എന്ന് പറയുന്നത് 2 ആണ് സോ ഇതിന്റെ ആൻസർ 2 ആണ് അപ്പോൾ എപ്പോഴും റിസൾട്ട് ചെയ്യുന്നത് അതിന് മുമ്പ് വരുന്ന ഇന്റീജറിലോട്ടായിരിക്കും റിസൾട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ സപ്പോസ് ഞാൻ അടുത്തടുത്തുള്ള 3 ഇന്റീജേഴ്സ് എടുത്തിട്ടുണ്ട് n-1 n+1 ഈ n ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്ത ഒരു ഇന്റീജർ ആണ് ഞാൻ പ്രൂവ് ചെയ്യാൻ പോകുന്നത് n ൽ ഈ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ് ഓക്കെ അപ്പോൾ n ലെ റൈറ്റ് ലിമിറ്റും ലെഫ്റ്റ് ലിമിറ്റും ചെക്ക് ചെയ്ത് നോക്കാം ലിമിറ്റ് x ടെൻസ് ടു n പ്ലസ് ആദ്യം നോക്കാം റൈറ്റ് ലിമിറ്റ് അറ്റ് n f of x അല്ല ഇവിടെ g of x ആണ് ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു n പ്ലസ് g of x എന്ന് പറയുന്നത് x മൈനസ് ഗ്രേറ്റസ്റ്റ് ഇന്റജർ x ഓക്കെ ഇനി റൈറ്റ് ലിമിറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ലിമിറ്റ് h ടെൻസ് ടു 0 എടുക്കും x കിടക്കുന്നിടത്തെല്ലാം ഇപ്പൊ n+h എന്ന് കൊടുക്കുക സോ n+h മൈനസ് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് n+h ഓക്കെ ഈ h എന്ന് പറയുന്നത് വളരെ സ്മോൾ ക്വാണ്ടിറ്റി ആണ് കാരണം h 0 ടെൻഡ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റി ആണ് h പോസിറ്റീവ് ആണ് അത് hന്റെ കൺസ്ട്രക്ഷനിൽ നിന്ന് തന്നെ ക്ലിയർ ആണ് h ഒരു സ്മോൾ പോസിറ്റീവ് നമ്പർ ആണ് h വളരെ ചെറിയൊരു പോസിറ്റീവ് നമ്പർ ആയതുകൊണ്ട് n+h എവിടെ ആയിരിക്കും വരുന്നത് n+h എന്ന് പറയുമ്പോൾ n ന് തൊട്ട് റൈറ്റിൽ ഇവിടെ ആയിരിക്കും വരുന്നത് n+h n+hന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റജർ എടുത്താൽ എന്തായിരിക്കും കിട്ടുന്നത് n+hന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റജർ മീൻസ് അതിന് മുമ്പ് വരുന്ന ഇന്റീജർ n ആണ് സോ ഇതിന്റെ വാല്യൂ n എന്ന് വരും സോ ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 n+h മൈനസ് ഗ്രേറ്റസ്റ്റ് ഇന്റജർ ഓഫ് n+h എന്ന് പറയുന്നത് n ആണ് സോ ഇത് രണ്ടും കട്ടായി പോയിട്ട് h എന്ന് വരും h ന് 0 എടുക്കുമ്പോഴത്തേക്കും അത് 0 ആയിട്ട് മാറും സോ റൈറ്റ് ലിമിറ്റ് 0 ആണ് ഇനി ലെഫ്റ്റ് ലിമിറ്റ് നോക്കാം ലിമിറ്റ് x ടെൻസ് ടു n മൈനസ് f of x that is equal to limit x tends to n minus f of x എന്ന് പറയുന്നത് x minus greatest integer x okay that is equal to limit x tends to n minus മാറിയിട്ട് h tends to 0 എന്നാകും അപ്പോൾ x കിടക്കുന്നിടത്തല്ല നമ്മൾ n minus h എന്ന് കൊടുക്കേണ്ടി വരും സോ n minus h minus greatest integer of n minus h എന്താണ് ഗ്രേറ്റസ്റ്റ് ഇന്റജർ ഓഫ് n-h എന്ന് നോക്കാം n+h എന്ന് പറയുമ്പോൾ എന്നേക്കാൾ വലുതാണ് പക്ഷെ n-h എന്ന് പറയുമ്പോൾ എന്നേക്കാൾ ചെറുതാണ് പക്ഷെ h വളരെ ചെറുതായതുകൊണ്ട് n-ന്റെ തൊട്ട് ലെഫ്റ്റിലായിരിക്കും കിടക്കുന്നത് അപ്പോൾ ഇവിടെ ആയിരിക്കും n-h വരുന്നത് അയാളുടെ ഗ്രേറ്റസ്റ്റ് ഇന്റജർ എടുത്തു കഴിഞ്ഞാൽ അതിന് മുമ്പ് വരുന്ന ഇന്റീജർ എന്ന് പറയുന്നത് n-1 ആണ് സോ ഇതിന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റജർ ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഇത് n-1 ആയിരിക്കും വരുന്നത് സോ ലിമിറ്റ് h ടെൻസ് ടു 0 n-h മൈനസ് n-1 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക ലിമിറ്റ് h ടെൻസ് ടു 0 n-h മൈനസ് n പ്ലസ് 1
സോ മൈനസ് എന്നും പ്ലസ് എന്നും വെട്ടിപ്പോവും. ഇനി എച്ചിന് 0 എടുത്തു കഴിഞ്ഞാൽ ഇത് 0 ആയി പോവും. 0 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് വരും. അപ്പൊ റൈറ്റ് ലിമിറ്റും ലെഫ്റ്റ് ലിമിറ്റും ഈക്വൽ ആകുന്നില്ല. n ഇൻറ്റീജർ ആണ് എങ്കിൽ റൈറ്റ് ലിമിറ്റും ലെഫ്റ്റ് ലിമിറ്റും ഈക്വൽ ആകുന്നില്ല. അതുകൊണ്ട് ഒരു ഇൻറ്റീജർ പോയിന്റുകളിലും ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. therefore f of x is discontinuous. f of x അല്ല, ഇവിടെ g of x. g of x is discontinuous at all integral points. അടുത്ത ക്വസ്റ്റ്യൻ, find all points of discontinuity of f where f of x is equal to sin x by x if x less than 0, x plus 1 if x greater than or equal to 0. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ ഫംഗ്ഷൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയി കിടക്കുകയാണ്. 0ക്ക് മുമ്പ് വരെ ഫംഗ്ഷന്റെ വാല്യൂ sin x by x ആണ്. 0ക്ക് ശേഷം ഫംഗ്ഷന്റെ വാല്യൂ x plus 1 ആണ്. അപ്പൊ 0ലെ കണ്ടിന്യൂറ്റി മാത്രം ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് 0ലെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്ത് നോക്കാം. ലെഫ്റ്റ് ലിമിറ്റ് എടുക്കുക. ലിമിറ്റ് x ടെൻസ് ടു 0 മൈനസ് f of x ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു 0 മൈനസ് f of x എന്താണ്? 0 മൈനസ് പറയുമ്പോൾ 0യുടെ ലെഫ്റ്റിൽ f of x sin x by x ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 എടുക്കുക. x കിടക്കുന്നിടത്തെല്ലാം 0 മൈനസ് h എന്നാക്കുക. അപ്പൊ സൈൻ ഓഫ് 0 മൈനസ് h ഡിവൈഡ് ബൈ 0 മൈനസ് h ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0. സൈൻ ഓഫ് മൈനസ് h എന്ന് പറയുന്നത് മൈനസ് സൈൻ h ആണ്, ഡിവൈഡഡ് ബൈ 0 മൈനസ് h എന്ന് പറയുന്നത് മൈനസ് h ആണ്. സോ മൈനസ് കൂടെ ക്യാൻസൽ ആയി പോയിട്ട് ലിമിറ്റ് h ടെൻസ് ടു 0 സൈൻ h ബൈ h എന്ന് വരും. h ടെൻസ് ടു 0 സൈൻ h ബൈ h എന്ന് പറയുന്നത് 1 ആണ്. അതാണ് ട്രിഗണോമെട്രിക്കൽ ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതേപോലെ നമുക്ക് ഇനി റൈറ്റ് ലിമിറ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ലിമിറ്റ് x ടെൻസ് ടു 0 പ്ലസ് f of x ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു 0 പ്ലസ് എന്ന് പറയുമ്പോൾ 0യുടെ റൈറ്റ് ആണ്. 0യുടെ റൈറ്റിൽ ഫംഗ്ഷൻ x പ്ലസ് 1 ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു 0 പ്ലസ് മാറി h ടെൻസ് ടു 0 എന്നാകും. x കിടക്കുന്നിടത്ത് 0 പ്ലസ് h വരും. സോ 0 പ്ലസ് h പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി h ന് 0 ഇട്ട് കൊടുത്ത് നോക്കിയേ. h ന് 0 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? h ന് 0 ഇട്ട് കൊടുക്കുമ്പോൾ ദിസ് വിൽ ബി ഈക്വൽ ടു 1. ഇപ്പൊ റൈറ്റ് ലിമിറ്റും ലെഫ്റ്റ് ലിമിറ്റും ഈക്വൽ ആയിട്ടാണ് വരുന്നത്. ഇനി നമുക്ക് ആ പോയിന്റിലെ വാല്യൂ കൂടെ നോക്കണം. എന്താണ് വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ f of 0? f of 0 എന്ന് പറയുന്നത് ഇപ്പൊ എന്ത് വരും? f of 0 എന്ന് പറയുമ്പോൾ 0ലെ വാല്യൂ ഇത് ഇവിടെ ആണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഇവിടെ ആണ് കിടക്കുന്നത്. അപ്പൊ ഇതിന് 0യുടെ വാല്യൂ എടുത്താൽ മതി. അപ്പൊ x ന് 0 എടുത്തു കഴിഞ്ഞാൽ അത് 0 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പൊ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ മൂന്ന് പേരും ഈക്വൽ ആണ്. ലിമിറ്റ് x ടെൻസ് ടു 0 മൈനസ് f of x is equal to limit x tends to 0 plus f of x is equal to f of 0. മൂന്ന് പേരും ഈക്വൽ ആയ സ്ഥിതിക്ക് ഫംഗ്ഷൻ 0യിൽ കണ്ടിന്യൂസ് ആണ്. therefore f of x is continuous at x is equal to 0. അടുത്ത പ്രോബ്ലം, f of x equal to x squared sin 1 by x, x not equal to 0 and 0 x equal to 0. അപ്പോൾ ഇവിടെ x not equal to 0ക്ക് ഒരു വാല്യൂ ആണ്. അതായത് 0യുടെ റൈറ്റിലും ലെഫ്റ്റിലും എല്ലാം സെയിം തന്നെയാണ്. രണ്ടിടത്തും x സ്ക്വയർ സൈൻ 1 by x, ഇവിടെയും x സ്ക്വയർ സൈൻ 1 by x. അപ്പോൾ ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് സെപ്പറേറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ്ലി ഇതിന്റെ ലിമിറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പം നമുക്ക് ലിമിറ്റ് x ടെൻസ് ടു 0 x സ്ക്വയർ സൈൻ 1 by x ഡയറക്റ്റ്ലി കാൽക്കുലേറ്റ് ചെയ്യാം. കാരണം ലെഫ്റ്റിലും റൈറ്റിലും എല്ലാം ഫംഗ്ഷൻ സെയിം ആയതുകൊണ്ട് നമുക്ക് ഒറ്റയടിക്ക് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ ലിമിറ്റ് ഇപ്പോൾ വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ 0 ആണ്. അപ്പോൾ ഈ ലിമിറ്റ് 0ക്ക് ഈക്വൽ ആണ് എങ്കിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് മാറും. ഓക്കെ, ഈ ലിമിറ്റ് 0ക്ക് ഈക്വൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സിന് 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? ഇത് 0 വരും. ഇവിടെ എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈൻ 1 by x, സൈൻ്റെ വാല്യൂ എപ്പോഴും -1നും 1നും ഇടയിൽ നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് എക്സിന് ഞാൻ 0 ഇട്ട് കൊടുക്കുമ്പോൾ ഇത് 0 ഇൻറ്റു സൈൻ 1 by x, എക്സിന് ഏത് വാല്യൂ വന്നാലും അത് നമ്പർ ബിറ്റ്വീൻ -1 and 1 ആണ്. കാരണം സൈൻ്റെ വാല്യൂ 1നും -1നും ഇടയിൽ ഒരു നമ്പറാണ്. സോ 0 ഇൻറ്റു നമ്പർ ബിറ്റ്വീൻ -1 and 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. അതിനർത്ഥം ഈ ഫംഗ്ഷന്റെ ലിമിറ്റും 0ലെ വാല്യൂവും സെയിം ആണ്. therefore
this function is a continuous function.